Welcome to Alaami Kitchen. ഇന്ന് നമുക്ക് കൈപ്പക്ക എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അത് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അധികം കയ്പില്ലാണ്ടുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി കൈപ്പക്ക നമ്മൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഉപ്പിട്ട് വെച്ചതുകൊണ്ട് കൈപ്പക്കയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം മുഴുവനും കളഞ്ഞിട്ട് വേണം കൈപ്പക്ക എടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈപ്പക്ക ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ വെയിലത്ത് വെക്കുകയോ അല്ലെങ്കിൽ വേറെ ഡ്രൈ ആക്കി എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അച്ചാർ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഈ ഒരു അച്ചാർ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇത് അടച്ച് വെക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കൈപ്പക്കയിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ആ ഒരു വെള്ളം കൂടി ഇറങ്ങിയിട്ട് നമുക്ക് ഈ മസാല ഇതിൽ പിടിക്കുന്ന ആ ഒരു വെള്ളം അതിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു ടൈമും കൂടി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പത്തിരിപ്പൊടിയൊക്കെ ആണ് ഇടിയപ്പത്തിൻ്റെ പൊടി. അതെല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു കൈപ്പക്കയിലേക്ക് ഇടേണ്ടത്. ആ ഒരു അരിപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അരിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. കാരണം അതിലിനി വെള്ളമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യേണ്ടത്. കൈപ്പക്ക നമ്മൾ പൊതുവേ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ നല്ല മടിയായിരിക്കും. കുട്ടികൾക്കല്ല വലിയവർക്കും അധികം ഇഷ്ടാവില്ല കൈപ്പക്ക. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും കൈപ്പക്ക കഴിക്കാത്തവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമാവും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ചിപ്സ് എല്ലാം കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടാൻ. ഒട്ടും കയ്പൊന്നും അറിയില്ല. കുട്ടികൾക്കാണെങ്കിലും വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും. നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നതാണെങ്കിലും അരിപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് അതിലൊട്ടും എണ്ണയൊന്നും കുടിക്കൂല. ഇതുപോലെ കൈപ്പക്കയും അതുപോലെ മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് മുളക് പൊടിൻ്റെ കൂടെ അച്ചാർ പൊടിയും കൂടിയും ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടാൻ. അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഉണ്ടാകുമ്പോൾ അതിട്ട് കൊടുത്താൽ മതി. പിന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. അതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ജാറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ 2-3 ദിവസം നല്ല ക്രിസ്പി തന്നെ ആയിരിക്കും.
ഇനി ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരണം. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് നടുകെ ചീന്തിയിട്ട് അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നമുക്ക് കൈപ്പക്കൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയെല്ലാം കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് വഴുതനങ്ങയും ഫ്രൈ ചെയ്യാം. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്കയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കൈപ്പക്കയും എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.